ഇങ്ങനെ ദമ്പതികൾ റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് തൃശൂരിൽ ഇന്ന് നടന്നത്. റീലെടുത്തും പ്രതീകാത്മകമായി രക്തം ശരീരത്തിൽ പുരട്ടിക്കൊണ്ടൊക്കെയാണ് പ്രതിഷേധം നടന്നത്. അതേസമയം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ കൗൺസിലർമാരെ പഴിചേരുകയാണ് തൃശൂർ മേയർ. ഇതൊരു ആഹ്ലാദത്തിന്റെ ഭാഗമായിട്ടോ സന്തോഷത്തിന്റെ ഭാഗമായിട്ടോ എടുക്കുന്ന റീലല്ല, ഇത് പ്രതിഷേധ സൂചകമായിട്ടാണ് ഈ റീൽ എടുക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് അയച്ചു കൊടുക്കാനാണ് ഈ റീല്. ജോൺ ഡാനിയലാണ് റോഡിലെ കുഴിയിൽ നിന്ന് റീലെടുത്ത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് അയച്ചു നൽകിയത്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കുഴികളുടെ വീഡിയോ കൂടി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും റീലും ലൈവുമായി ജനങ്ങളെ കാണിക്കണം. ഇത്രയധികം അപകടങ്ങളും മരണങ്ങളും ഉണ്ടായിട്ടൊന്നും സംസ്ഥാന സർക്കാരോ പിന്നെ തൃശൂർ കോർപ്പറേഷനോ ദേശീയപാതയുടെ ഉത്തരവാദികളായ കേന്ദ്ര സർക്കാരൊന്നും ഒരു പാഠവും പഠിക്കുന്നില്ല. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തൃശൂർ നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങളും രംഗത്തെത്തി. ശരീരത്തിൽ പ്രതീകാത്മകമായി രക്തം തേച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. നഗരസഭയിലെ ഡയസിൽ കയറി നിന്ന് റീത്തുയർത്തിയും പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർന്നു. അതേസമയം അനാസ്ഥയിൽ കൗൺസിലർമാരെ പഴിചാരുകയാണ് തൃശൂർ മേയർ. കൗൺസിലർമാർ കൃത്യസമയത്ത് റോഡിന്റെ അവസ്ഥ റിപ്പോർട്ട് ചെയ്താൽ പ്രശ്നമുണ്ടാകില്ലെന്നാണ് നിലപാട്. ഈ 104 ചതുരശ്ര കിലോമീറ്റർ നടന്നിട്ട് എനിക്ക് എവിടെയൊക്കെ കുഴിയുണ്ടെന്ന് അന്വേഷിക്കാൻ പറ്റൂ? കൗൺസിലർമാർക്ക് പിന്നെ എന്താ പണി? ബാക്കി റോഡുകൾ ഇപ്പം ഞാൻ പറയാം, എല്ലാ ഡിവിഷനിലേക്കും 60 ലക്ഷം 70 ലക്ഷം വെച്ച് രൂപ കൊടുക്കുന്നുണ്ട്. അത് അവർ പണി പൂർത്തീകരിച്ച് ഇതുപോലെ തന്നെ മെയിൻ്റനൻസ് ആവശ്യമുണ്ടെങ്കിൽ അതാത് സമയത്ത് കത്തെഴുതി എനിക്ക് പോലും തരണ്ട. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.